ഹലോ എവ്രി വൺ, മലു തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് രജിസ്റ്റേർഡ് സൈക്കോ തെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ചേട്ടാ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് അധികം ആർക്കും അങ്ങനെ എളുപ്പത്തിൽ ഒരു ചിരി വരുന്നൊരു വിഷയമല്ല. മരണം, ഡെത്ത്. ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മരണം മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന ആൾക്കാരുമുണ്ട്, പ്രിപ്പയർ അല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ പ്രിപ്പയർ ആയിരിക്കുന്നത് ആൾക്കാർ, അതായത് അങ്ങനെയുള്ളൊരു തോട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടിനെ കുറിച്ച് എന്താണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? അങ്ങനെ ഒരു തോട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യമാണോ? മരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിയർഫുൾ ആയിട്ടുള്ളൊരു വേർഡ്. ആളുകൾ അതെ, ഒരു ഭയമാണ്. അതെ, ചിലർക്ക് മരണത്തെപ്പറ്റി സംസാരിക്കാൻ പോലും ഭയമുള്ളവരുണ്ട്, ചിലർ മരണ വീട്ടിൽ പോകാത്ത ആളുകളുണ്ട്. അതെ. മരണമെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഫിയർഫുൾ ആയിട്ടുള്ളൊരു ഫാക്ട്. മരണത്തിലേക്കുള്ള പ്രിപ്പറേഷൻ അല്ല പറയുന്നത്, മരണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. മരണത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ മരിച്ചാലും ദർ ആർ സർട്ടൻ തിങ്സ് വി നീഡ് ടു ഡു. അപ്പം പലപ്പോഴും നമ്മളത് ഇഗ്നോർഡായിപ്പോൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നു, അവർക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ട്. പെട്ടെന്ന് ഒരാൾ മരിച്ചു പോവുകയാണ്. ഉദാഹരണത്തിന് ഹസ്ബൻഡാണ് മരിച്ചു പോകുന്നത് കൂട്ടുക. വൈഫിന് ചിലപ്പം എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് അറിയത്തില്ല, ഏതൊക്കെ ബാങ്കിലാണെന്ന് അറിയത്തില്ല, എന്തൊക്കെ അസറ്റ്സ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്ന് അറിയത്തില്ല. ഈ ഫ്യൂണറൽ എങ്ങനെയാണ് നടത്തണമെന്ന് പോലും അവർക്കറിയാത്തൊരവസ്ഥ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല. ഇൻ കേസ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ, അവർ സേഫ് ആകുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. കാരണം ഞാൻ അവരെ അത്രയും സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എൻ്റെ പിന്നിലുണ്ടാകുന്നത്. ഇപ്പം എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഫ്യൂണറലിന് വേണ്ടി ഗോഫണ്ട്, ഇവിടെ ഒത്തിരി പേര് ഗോഫണ്ടൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താ, അവരുടെ ഫണ്ടില്ല. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ അത് ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മൾ പിന്നെ ഒരു വലിയൊരു ബേർഡനായി മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ രീതികളിലാണ് നമുക്കത് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രത്യേകിച്ച് നമ്മളൊരു വിദേശ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് ഞാൻ ആദ്യം. ഓക്കെ, ശരി. പ്രിപ്പയർ ചെയ്തില്ല എങ്കിലുള്ളൊരു പ്രശ്നം, ഇത് നമുക്ക് തന്നെ നമ്മളെക്കാൾ ഉപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ചേട്ടാ, ഇപ്പം രണ്ട് പാർട്ട്നേഴ്സ് അവർ പ്രത്യേകിച്ച് അവർ ജീവിക്കുന്ന വിദേശ രാജ്യത്തൂടെ ആകുമ്പം അതിന് അവർ ഫേസിങ് ചലഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. നാട്ടിൽ ജീവിക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പം കാനഡയിലാണ്, ഇവിടെ വേറെ തന്നെ ചലഞ്ചസ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ മറ്റേ പാർട്ട്ണർ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും വാട്ട് ഹാപ്പൻസ്, എന്താണ് അവർ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം? ഇപ്പം ഓരോ സിറ്റുവേഷൻ ഡിഫറെൻറ്റാണ്. ഇപ്പം നമ്മളുടെ പേരിലൊരു വീടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഹസ്ബൻഡും വൈഫും മരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഒരു വില്ല് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിട്ടത് പിന്നീട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിലേക്ക് അത് വില്ല് എഴുതി വെക്കണം, നമ്മുടെ അസറ്റ്സ് എന്തുണ്ടെങ്കിലും. അതൊരു ഉദാഹരണം പറഞ്ഞു. കാനഡയിലൊക്കെ ജീവിക്കുന്നവർ നല്ലൊരു ശതമാനം ആളുകളും ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരായിരിക്കും. അതെ. അപ്പം ഒരാളുടെ ശമ്പളം തന്നെ മോർഗേജിന് പോകും. ശരിയാണ്. മറ്റേ ഒരാളുടെ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വേർപെട്ട് പോയാൽ മറ്റേ ആൾക്ക് ഈ ഫൈനാൻഷ്യൽ ബർഡൻ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി മാറും. അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണം നമ്മുടെ ഫാമിലി മുമ്പോട്ട് പോകുമ്പോൾ. അത് രണ്ട് പാർട്ട്നേഴ്സിനും ഉണ്ടാവാം, മനസ്സിലാകുമ്പോൾ. അപ്പം അത് ഫിനാൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുവാണ്, അവരെ സെക്യൂർ ആക്കുകയാണ്. അപ്പം അതിന് ഇവിടെ ഒരുപാട് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇൻഷുറൻസ് ഇസ് എ നീഡഡ് തിങ്. നമ്മുടെ കാറിന് ഇൻഷുറൻസ് വേണം, വീടിന് ഇൻഷുറൻസ് വേണം, നമ്മളുടെ മൊബൈലിന് പോലും നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇതിനൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാത്തത്? ശരിയാണ്. അപ്പം നമുക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളവിടെ സേഫ് ആക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഒരു നമ്മളെ ഇൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, ബട്ട് ഇപ്പോൾ ഇത് പറയാനൊരു റീസെൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കാനഡയിലെ US പല രാജ്യങ്ങളിലും പലരും മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ അവയർനെസ്സിലേക്ക് ഈ ഒരു കാര്യം പങ്കുവെക്കുന്നത്. ദയവായിട്ട് നിങ്ങളിത് കാണുമ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിത് ദയവായിട്ട് ഷെയർ ചെയ്യണം. കാരണം ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഇതില്ലാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ഫാമിലി ചിലപ്പം ഭയങ്കര വലിയ ട്രബിളിലേക്ക് അവർ പോയേക്കാം.
നമ്മളിപ്പോൾ പറഞ്ഞു മരണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ? ഞാൻ ഇപ്പോൾ ചില ആളുകൾ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് കേട്ടൊരു കഥയാണ്. ഒരു ലേഡി അവരുടെ കല്ലറ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന ഒരു ലേഡി അവരുടെ കല്ലറ ബുക്ക് ചെയ്ത് ഫ്യൂണറൽ ഹോമിന് പൈസ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മരിക്കുമ്പോൾ പോയി കിടന്നാൽ മതി എന്ന് പറയും. ഇനി വളരെ നല്ലതായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എവറിത്തിങ് ഈസ് പ്ലാൻഡ്. ഷീസ് പ്രിപ്പയർഡ്. മരണം വന്നു, ഓക്കെ, ഐ ആം റെഡി ടു ഗോ. എന്ത് കംഫർട്ടബിൾ ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ മരണം കാരണം മറ്റാർക്കും ഒരു ബേർഡൻ വരരുത് എന്നുള്ളൊരു ചിന്തയാണ് അതിന്റെ ആക്ച്വലി. യെസ്. അപ്പോൾ അതിനേക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് അവർ സേഫ് ആവണ്ടായോ? അതെ. നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോഴും നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടില്ലല്ലോ. കാരണം ഇവിടെ ഒരു ഫ്യൂണറൽ നടത്തണമെങ്കിൽ ഒരു $20,000 നമുക്ക് എക്സ്പെൻസ് വരും. അപ്പോൾ അതിന് നമ്മൾ ഇൻഷുർ ചെയ്തില്ല എങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ പറയും കത്തിച്ച് കളഞ്ഞാൽ മതി എന്ന് പറയും. പല വിശ്വാസങ്ങളും കത്തിച്ച് കളയുന്നവരുണ്ടാവും. പക്ഷേ ചില ആളുകൾക്ക് മരിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഇത് ചെയ്യാൻ പാടായിരിക്കും. നമ്മളത് നേരത്തെ മനസ്സിലാക്കി വേണം അത് ചെയ്യാൻ വേണ്ടി. അതൊരു വലിയ ഫാക്റ്റാണ്. ഈ മരണം എന്ന് പറയുന്നതും മരണത്തിന് ശേഷം നമ്മളുടെ ബാക്കി അതിൻ്റെ ബാക്കി ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിന് പൈസ വേണം. അപ്പം അത് ചെയ്യുക. 2, ഈ പറയുന്ന മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റ്. മോഡ്ഗേജ് എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ മോഡ്ഗേജ് കവറായി പോകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസുകൾ അത് എപ്പോഴും നല്ലതായിരിക്കാം. ഇനി 3-ാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇൻഷുർ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടുള്ളതാണ് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരും ഒരു സേഫായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരിലാണെങ്കിൽ അത് നിങ്ങളുടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ വില്ല് എഴുതി വെക്കുക. അത് വണ്ടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, എന്ത് കാര്യമുണ്ട് വില്ല് എഴുതി വെക്കുക. ഈ വില്ല് എഴുതാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ലോയറെ കണ്ടാലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സാക്ട് ഗൈഡൻസ് കിട്ടുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടിട്ട് നിങ്ങളുടെ ഫൈനാൻസ് പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കാനഡയിൽ. അപ്പം ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ അത് ഒരുപാട് ഹെൽപ്പിംഗ് ആയിരിക്കും. ഡോക്യുമെൻറ്റേഷൻ ഒരു വലിയ ഘടകമാണ്. അപ്പം ആരും പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയല്ല, ബട്ട് വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദിസ്. കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർ മാത്രമല്ല, നാട്ടിലുള്ളവരും ഇന്ന് ഇതൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ ബില്ലൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കാലശേഷം മാത്രമേ അടുത്ത തലമുറയിലേക്ക് അത് എഴുതി വെക്കാവുള്ളൂ. അല്ല എങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇവിടെയൊക്കെ വളർന്നു വരുന്നവരാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മൾ സ്വന്തം മക്കൾ മാത്രമല്ല, ഒരു കല്യാണം കഴിച്ച് കയറി വരുന്ന പെൺകുട്ടിയാവാം അല്ലെങ്കിൽ ആൺകുട്ടിയാവാം, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നും നമുക്കിപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ ബില്ല് എപ്പോഴും നമ്മളുടെ ഇതിന് ശേഷം എന്നുള്ള രീതിയിൽ വേണം ഇതെല്ലാം ചെയ്യുവാനും വേണ്ടി. ഞാൻ ബിബിയോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് 30 ദിവസമേ നമ്മുടെ ലൈഫിൽ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് നമുക്ക് ഒരറിവ് കിട്ടിയാൽ എന്ത് ചെയ്യും നമ്മൾ? അതായത് ഇപ്പോൾ എനിക്കിനി 30 ദിവസം കൂടെ ഞാൻ ഉള്ളൂ. ഓക്കെ, ഇനി 30 ദിവസം കൂടെ ഉള്ളൂന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ ഒരു പേടി ടെൻഷനൊക്കെ വരും. ഞാൻ പ്രോപ്പർലി ഇൻഷുർഡ് ആണോ നോക്കും, സോ ദാറ്റ് എൻ്റെ ലവ്ഡ് വൺസ് എല്ലാവരും സേഫ് ആണെന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്തും. അത് ആക്ച്വലി നമ്മൾ ഇപ്പോഴേ ചെയ്തിരിക്കണം. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് 30 days, നമുക്കറിയില്ലല്ലോ ഈ 30 ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല ആക്ച്വലി. ഇനി ആകെ ഇതല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കിനൊന്നും നോക്കാനില്ലല്ലോ. അങ്ങ് അർമാദിക്കുക. അതായത് അർമാദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിബി ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതെ, അല്ലേ? സിമ്പിൾ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു തുടങ്ങും, നമ്മൾ ചെയ്തു തുടങ്ങും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമെങ്കിലും ഒരു 30 ദിവസം കൂടെ നമുക്ക് ജീവിക്കാൻ താല്പര്യമുള്ളൂ എന്ന്, അല്ലെങ്കിൽ ജീവിക്കത്തുള്ളൂ എന്ന്, നമുക്കൊരു 30 ദിവസമേ നമ്മൾ ജീവിക്കത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാൻ പോകുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങും. അതെ. അതിനേക്കാളല്ല ഉപരി നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ, ചെയ്ത തെറ്റുകൾ നമ്മൾ തിരുത്തും. ആരോടെങ്കിലുമൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയി സോറിയൊക്കെ പറയാൻ തുടങ്ങും, അല്ലേ? ക്ഷമിക്കാൻ പഠിക്കും. ഫോർഗീവ്നെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊന്ന് ചിന്തിച്ചേ,
നമ്മുടെ ജീവിതം ഒന്നും എപ്പോഴാണ് തീരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ചിന്തിക്കുന്നത് 100-100 കൊല്ലം ജീവിക്കുന്നുള്ള കാഴ്ചപ്പാടിലാണ് പലരും ജീവിച്ചു പോകുന്നത്. എന്നാൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരോടൊക്കെ നമ്മൾ പോയി ക്ഷമ ചോദിക്കണം. ഇഷ്ടപ്പെട്ടത് ചെയ്തു തുടങ്ങും. നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 30 ദിവസം നോക്കേണ്ട. ഇപ്പോഴാണെങ്കിലും നമ്മളുടെ ദിവസം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഒരു പറഞ്ഞ പോലെ 80 വയസ്സ് വരെ ജീവിക്കാം, 60 വയസ്സ് വരെ ജീവിക്കാം, 50 വയസ്സ് വരെ ജീവിക്കാം, എത്രയായിക്കോട്ടെ. പക്ഷേ ഈ നാളെയാണെങ്കിൽ നമ്മൾ മരിക്കുന്നെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ, സോ നമുക്കൊരു പീസ് ഓഫ് ഡെത്ത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിയാണ്. അതേസമയം മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വേവലാതിയോടുകൂടി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ആരെന്തു പറയുമെന്നൊന്നും ചിന്തിക്കണം. അപ്പോൾ 30 ദിവസം ഉള്ളെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കുമോ, അയ്യോ അവരെന്തോ പറയും, ഇവരെന്തു പറയും, ഞാൻ ഇത് ചെയ്ത് നോ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ബോധർ ചെയ്യത്തില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മളത് അഫക്റ്റ് ചെയ്യത്തില്ല. സോ നമ്മുടെ ജീവിതം ജീവിച്ചു തുടങ്ങും. സോ നിങ്ങളോട് പറയാനുള്ളത്, ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, സ്റ്റാർട്ട് ലീവിങ് ടുഡേ. നമ്മുടെ ജീവിതം എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. ക്ഷമിക്കാൻ പറ്റുന്നവരോടൊക്കെ ക്ഷമിക്കുക, നന്മ ചെയ്യാൻ പറ്റുന്നതൊക്കെ നന്മ ചെയ്യുക, സന്തോഷത്തോടെ ജീവിക്കുക. ഹാവ് എ ഗ്രേറ്റ് ടൈം.